നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി കേസിലെ അന്വേഷണം മകനിലേക്കും. സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കും. പാലിയേക്കരയിൽ ടോൾ പിരിവ് റദ്ദാക്കിയ നടപടി തൃശൂർ ജില്ലാ കളക്ടർ പിൻവലിച്ചു. മേഖലയിൽ ഗതാഗത ക്രമീകരണത്തിന് നടപടിയെടുക്കാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ടോൾ പിരിക്കാനുള്ള അനുമതി കളക്ടർ നൽകിയത്. മേത്തലയിൽ തെരുവ് നായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്, വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചുപറിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി കേസിലെ അന്വേഷണം മകനിലേക്കും. സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കുകയാണ്. ഇന്നലെ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയയെയും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു. 2 തവണ ചോദ്യം ചെയ്യാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സംഗീത് ഹാജരായിട്ടില്ല. ഇന്നലെ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയയെയും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു. മരുമകളുടെ സഹോദരി ലിവിയ ജോസിനെ പ്രതി ചേർത്താണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. വ്യാജ LSD സ്റ്റാമ്പ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വെച്ചത് ലിവിയ ജോസ് ആണെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നാരായണദാസ് വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത്. പക്ഷേ ലിവിയ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവരെ തിരിച്ചെത്തിക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. വ്യാജലഹരി കേസിലെ മുഖ്യപ്രതി നാരായണദാസിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 2023 ഫെബ്രുവരി 27 ലഹരിമരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത്. സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണെന്നായിരുന്നു കണ്ടെത്തൽ. എക്സൈസ് ക്രൈംബ്രാഞ്ച് നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. അതിനിടെയാണ് കേസ് പോലീസിന് കൈമാറാനുള്ള ഹൈക്കോടതി നിർദ്ദേശമുണ്ടാകുന്നതും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിക്കുന്നതും. മീഡിയ ടൈം, തൃശൂർ. പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഏപ്രിൽ 28 പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദു ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിറക്കി. പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതർ ഏപ്രിൽ 29 രേഖാമൂലം ഉറപ്പു നൽകിയതിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണിത്. ദേശീയപാത 544 മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിൽ ബ്ലോക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായിരുന്നു പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. മേത്തലയിൽ തെരുവ് നായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്, വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. ചാമക്കൽ സോമന്റെ ഭാര്യ 70 വയസ്സുള്ള ലളിത, തേവാലിൽ പ്രദീപ്, കീഴ്ത്തുള്ളി കളരിക്കൽ കൃഷ്ണവേണി എന്നിവർക്കാണ് കടിയേറ്റത്. കടുക്കച്ചുവട് ശാസ്താംപറമ്പിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പ്രദീപിനെയാണ് നായ ആദ്യം ആക്രമിച്ചത്. പരിസരവാസിയായ ലളിത നായയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടിയേറ്റത്. നായയുടെ ആക്രമണത്തിൽ ലളിതയുടെ ചെവി 2ആയി മുറിഞ്ഞു. കമ്മൽ നായ കൊണ്ടുപോയതായി ലളിത പറഞ്ഞു. പരിക്കേറ്റ ലളിതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പുറത്തേക്ക് തള്ളി വിട്ടപ്പോഴും പിന്നെ മേലേക്ക് വീട്ടിലേക്ക് ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ തടയാൻ നോക്കിയിരുന്നു. അപ്പോൾ അമ്മേനെ ഇതുവരെ മേലേക്ക് ചാടി. പിന്നെ എൻ്റെ ഈ പോലുള്ളൂ. പിന്നെ അത് അതിന് ഓടിപ്പിച്ച് കളഞ്ഞ്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അവിടേക്കും കയറി. പിള്ളേർക്കൊന്നും പറ്റിയില്ല, പിള്ളേരെ കാത്തായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശൃംഗപുരത്ത് KSCBയുടെ ഇലക്ട്രിക് പോസ്റ്റിൽ ABC കേബിളിന്റെ ജംഗ്ഷൻ ബോക്സിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗ്രേഡ് STO PS നൌഷാദ്, FROമാരായ KR സുബിൻ, ES റിനീഷ്, VS റെജിൻ, മുഹമ്മദ് അജ്മൽ, അനിൽകുമാർ എന്നിവർ ചേർന്നാണ് തീയണച്ചത്.
മകൻ സ്വർണ്ണ മെഡൽ നേടിയതിന്റെ 25ാം വർഷത്തിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സ്വർണ്ണ മെഡൽ നേടി പിതാവ്. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി പീണിക്ക അരവിന്ദനാണ് ദേശീയ സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. മകനായ ഹേമന്ത് 2000-ൽ സ്കൂൾ അത്ലറ്റിക്കിൽ 4 സ്വർണ്ണ മെഡൽ നേടി ചാമ്പ്യനായിരുന്നു. പഞ്ചാബിലെ മൊഹാലിയിൽ നടന്ന മത്സരത്തിൽ 70 വയസ്സ് കഴിഞ്ഞവരുടെ നീന്തൽ മത്സരത്തിലാണ് 1 സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും ഈ 71-കാരൻ കരസ്ഥമാക്കിയത്. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി പീണിക്ക അരവിന്ദനാണ് ദേശീയ സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഇദ്ദേഹത്തിന്റെ മകനായ ഹേമന്ത് 2000-ൽ സ്കൂൾ അത്ലറ്റിക്കിൽ 4 സ്വർണ്ണ മെഡൽ നേടി ചാമ്പ്യനായിരുന്നു. ഇതിന്റെ 25ാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് പിതാവും മെഡലുകൾ വാരിക്കൂട്ടുന്നത്. വീടിന് സമീപത്തുള്ള ചിറയിലായിരുന്നു ആദ്യ നാളുകളിൽ അരവിന്ദന്റെ നീന്തൽ പരിശീലനം. തുടർന്ന് ജോലി സംബന്ധമായി 40 വർഷത്തോളം വിദേശത്തായിരുന്നു. നാട്ടിൽ സ്ഥിര താമസമാക്കിയതിനു ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ക്ലബിൽ ദിവസവും നീന്തൽ പരിശീലനം നടത്തുന്നതിനിടയിലായിരുന്നു സംസ്ഥാന ഗെയിംസിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1 സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കിയ അരവിന്ദൻ ഇവിടെ നിന്നാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോയി തൃശ്ശൂർ മലപ്പുറത്ത് പോയി ഒരു ഗോൾഡും 2 സിൽവറും നേടിയത്. അങ്ങനെയാണ് ഇൻ്റർനാഷണലിലേക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ ഏപ്രിൽ 6-7 തീയതികളിൽ പഞ്ചാബ് മൊഹാലിയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് വീണ്ടും 1 ഗോൾഡും 2 സിൽവറും നേടാൻ കഴിഞ്ഞു. മീഡിയ ടൈം, ആളൂർ. പുത്തുനിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഹാദേവ പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കേത്താനിയിൽ മന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന മേളത്തിന് കലാമണ്ഡലം സുമേഷ് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി കേസിലെ അന്വേഷണം മകനിലേക്കും. സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കും. പാലിയേക്കരയിൽ ടോൾ പിരിവ് റദ്ദാക്കിയ നടപടി തൃശൂർ ജില്ലാ കളക്ടർ പിൻവലിച്ചു. മേഖലയിൽ ഗതാഗത ക്രമീകരണത്തിന് നടപടിയെടുക്കാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ടോൾ പിരിക്കാനുള്ള അനുമതി കളക്ടർ നൽകിയത്. മേത്തലയിൽ തെരുവുനായയുടെ ആക്രമണം, 3 പേർക്ക് പരിക്ക്. വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.